എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ എയ്സിന്റെ മുൻപിൽ കിടന്ന് ഓറ് അവൻ പെടഞ്ഞു മരിക്കാണ്. പക്ഷെ മരിക്കുന്ന സമയത്ത് പോലും ഓർ അവന്റെ കൈ നീട്ടി ഇപ്പോ എയ്സിന്റെ അടുത്തേക്ക് വരും. പക്ഷെ എയ്സിന്റെ അടുത്തേക്ക് ക്ലോസ് എത്തുമ്പോഴേക്കും അവന്റെ ജീവൻ നഷ്ടപ്പെട്ട് അവൻ അങ്ങനെ മുഴുവനായിട്ട് താഴേക്ക് വീഴും. ഓർ പ്രാണം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്ന കണ്ട എയ്സ് അവനിപ്പോ ഓർ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. ആക്ച്വലി വൈറ്റ് ബിയേർഡ് അവന്റെ പൈററ്റ്സിനോട് ഓറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവരെല്ലാവരും ഓറിൽ ഓവറായിട്ട് ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പുലർത്തി. അതുകൊണ്ട് തന്നെ അത് അവന്റെ മരണത്തിന് കാരണമായി. വൈറ്റ് ബിയേർഡും എയ്സും അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സും അവരെല്ലാവരും ഇപ്പൊ വലിയ ദുഃഖത്തിലേക്ക് ആഴാണ്. എല്ലാവരും വിഷമത്തിൽ ആഴ്ന്നു നിൽക്കുമ്പോ ഇവിടെ ഗഗ്ഗോ മുറിയ അവന് മാത്രം ഭയങ്കര സന്തോഷം. അവനിപ്പോ ഓറിന്റെ ഡെഡ് ബോഡി അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും ഷാഡോ കടത്തിവിട്ട് അതിനെ അവന്റെ അടിമയാക്കി മാറ്റാനാണ് അവന്റെ ഉദ്ദേശം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് വൈറ്റ് ബിയേർഡിനെ കാണിക്കും. ആളുടെ കണ്ണിലൂടെ കണ്ണുനീര് അങ്ങനെ ഒഴുകാണ്. അല്പനേരം നിശബ്ദനായി തല താഴ്ത്തി നിൽക്കും. ഉടനെ ഒരു ജയന്റ് വലിയൊരു സ്ക്വാഡുമായി വൈറ്റ് ബിയേർഡിനെ വെട്ടാൻ എടുത്ത് ചാടും. വൈറ്റ് ബിയേർഡ് അവന്റെ കൈ നീട്ടി ആ ജയന്റിനെ അങ്ങനെ പിടിച്ചു വലിച്ച് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയിൽ അവനും ഇപ്പോ ജീവൻ നഷ്ടപ്പെട്ട് അങ്ങനെ കിടന്ന് പെടയാണ്. വൈറ്റ് ബിയേർഡ് അടിച്ചു തകർത്ത ആ ഒരു ജയന്റ് അതും ഒരു വൈസ് അഡ്മിറലാണ്. ഉടനെ ചുറ്റും ഉണ്ടായിരുന്നവര് അവരാണെങ്കിൽ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഒരു വൈസ് അഡ്മിറലിന് ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം അത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ വൈറ്റ് ബിയേർഡിന്റെ പവറിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. വൈറ്റ് ബിയേർഡ് നിലവിളിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, എനിക്ക് ഓറിന്റെ ബോഡി സേഫായി എന്റെ അടുത്ത് കിട്ടണം, അതാരും എടുത്തോണ്ട് പോവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. ഉടനെ ആ പൈററ്റ്സ് അവരിപ്പോ ഓറിനെ ലക്ഷ്യമാക്കി ഫുൾ ചാർജില് കുതിച്ചു പായും. കട്ട് ചെയ്ത മറ്റൊരു ജയന്റ് ആ ടോഫ്ലമിംഗോയുടെ അടുത്തേക്ക് വരികയാണ്. ആ ജയന്റ് ആണെങ്കിൽ അവനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ടോഫ്ലമിംഗോ അവനിപ്പോ ആ ജയന്റിന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ചെക്കന്മാര് കണ്ണാടി പയ്യനും എൽമപ്പോവും അവർക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ചെയ്യാൻ ഒന്നും കഴിയാതെ അവരാണെങ്കിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കി നിൽക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ ആരുടെയോ നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല അവരെ തൊട്ടു മുമ്പ് ഉപദേശിച്ച റിയർ അഡ്മിറൽ. ആൾക്കിപ്പോ ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി ഒരു ഭാഗത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. കണ്ണാടിപ്പയ്യും വണ്ടടിച്ച് ആളെ നോക്കും. നിങ്ങൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഉടനെ ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ നേവി ബേസ് കാണിക്കും. ഇക്കാരും പൈററ്റ്സും രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നേരായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ വൈറ്റ് ബിയേർഡ് ആള് മാത്രം ഇപ്പോഴും അതേ സ്ഥാനത്ത് പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നിൽക്കും. ദൂരത്തായിട്ട് എയ്സും കണ്ണിമ വെട്ടാതെ അവന്റെ പപ്പ വൈറ്റ് ബിയേർഡിനെ തന്നെയായിരിക്കും നോക്കുക. ഇവിടെ നമ്മുടെ കണ്ണാടി പയ്യന് ഇപ്പോഴായിരിക്കും ബോധോദയം ഉണ്ടാവുക. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല. ഇത്രയും നേരം വലിയ വായിൽ വീരവാദം അടിച്ച നമ്മുടെ കണ്ണാടി പയ്യനായിരിക്കും ആദ്യം മുണ്ടും പൊക്കി 100-110 ഓടുക. തൊട്ടു പിന്നാലെ ഇപ്പൊ എൽമോ പോയും രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. രണ്ടുപേരും ഓടി ഓടി ഇപ്പൊ ഒരു സോൾജിയറിന്റെ തൊട്ടടുത്തേക്ക് വരും. അവന്റെ തൊട്ടു മുൻപില് അക്കൈനു ദേഷ്യപ്പെട്ട് ആ സോൾജിയറിനോട് ബാറ്റിൽ ഫീൽഡിലേക്ക് പോകാൻ പറയും. പക്ഷേ ആ സോൾജിയറിനാണെങ്കിൽ ഭയങ്കര പേടി. അവൻ അവന്റെ ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അത് കേട്ട് അക്കൈനോ അവനവന്റെ വോൾക്കാനോ പവർ എടുത്ത് ആ സോൾജിയറിനെ അട്ടിച്ചു കൊല്ലും. എൽമപ്പോയും കണ്ണാടി പയ്യനും അവരാണെങ്കിൽ ഇപ്പൊ കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. രണ്ടുപേരും ഒരു ചുമരിന്റെ അടിയിൽ വന്ന് ഒളിച്ചു നിൽക്കും. അപ്പൊ മറ്റൊരു സോൾജിയർ വന്ന് ഇപ്പൊ എൽമപ്പോട് പറയും, നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി അത് ഞങ്ങള് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, അടുത്ത നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കാർപ്പാണെങ്കിൽ എയ്സിനെ തന്നെ നോക്കി നിൽക്കും. എയ്സിനെ അവന്റെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുത്ത് വളർത്തിയത് കാർപ്പാണ്. അവനെ ഇത്തരത്തിൽ കൊന്നുകളയുന്നത് കാണാൻ കാർപ്പിന് ശക്തിയില്ല. അതേസമയം കുറച്ച് പൈററ്റ്സ് ആണെങ്കിൽ ഓറ് തകർത്ത ഒരു പ്രത്യേക ചുമര് അതിനകത്തൂടെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങും. ആ പായ് സ്വീറ്റ്സ് എന്ന് പേരുള്ള വേറൊരു പൈററ്റ് ലേഡി അവളാണെങ്കിൽ അവളുടെ ഐസ് കട്ടർ കപ്പല് അതുപയോഗിച്ച് കപ്പൽ അങ്ങനെ സ്പീഡിൽ ഓടിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ ചുമര് അങ്ങനെ കട്ട് ചെയ്ത് താഴെയിടും. അതിലൂടെയും ഒരുപാട് പൈററ്റ്സ് അകത്തേക്ക് കയറും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഡോഫ്ലമിംഗോ അവനാണെങ്കിൽ ആ ജയന്റിനെ തന്നെ കൺട്രോൾ ചെയ്ത് അവനെ ഉപയോഗിച്ച് ഓരോ പൈററ്റ്സിനെ ആയിട്ട് വെട്ടിത്തെറിപ്പിക്കും. ആ ജയന്റ് വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഓടിക്കോ, എന്റെ ബോഡി അതാ ഡോഫ്ലമിംഗോ അവൻ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരെയും അവൻ എന്നെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഇപ്പൊ വമ്പൻ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. ഞങ്ങൾ നേവിക്കാർ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്നവരാണ്, നിങ്ങൾ പൈററ്റ്സ് ലോകത്തെ നശിപ്പിക്കുന്നവരാണ്, നിങ്ങൾ ഒരു കാരണവശാലും വളരാൻ പാടില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല. മറയുന്ന ആൾക്കാരുടെ സ്ട്രോങ് ആയിട്ടുള്ള വലിയ രണ്ട് ചുമര് അതിപ്പോ നമ്മുടെ പൈററ്റ്സ് ടീം രണ്ട് ഭാഗത്ത് നിന്ന് ഇടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. ഉടനെ ഒരു സോൾജിയർ ഓടി വന്ന് ഈ കാര്യം
സെൻഗോക്കുവിനോട് പറയും. സെൻഗോക്കു ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനുള്ള പരിഹാരം അത് ഞാൻ കാണാന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ്മ സുരുവിനോട് ഇപ്പൊ കളത്തിലിറങ്ങാൻ പറയും. ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പൊ അവളുടെ ചുറ്റുമുണ്ടായിരുന്ന പൈററ്റ്സുകളെ ചീഞ്ച പരുവാക്കി സോൾജേഴ്സിനെ അവളുടെ സ്നേഹിലൂടെ കണക്ട് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോൾ തന്നെ വൈറ്റ് ബിയർഡിന് മനസ്സിലാവും മിലിറ്ററിക്കാര് അവരിപ്പോ കാര്യമായിട്ട് എന്തോ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാർപ്പ് അവന്റെ മനസ്സിൽ ഇപ്പോഴും അവസാനമായിട്ട് എയ്സിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കും ഓർമ്മയിലൂടെ കടന്നു പോവുക. എന്റെ കയ്യിലിരുന്ന ഈ കുഞ്ഞിന് ജീവൻ നഷ്ടമാവും, അവന് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല. സോ ഇവൻ നിങ്ങളോടൊപ്പം വളരണം, ഒരാപത്തും കൂടാതെ ഇവൻ ആവശ്യമായതെല്ലാം കൊടുത്ത് നന്നായിട്ട് ഇവനെ വളർത്തണം. കാർപ്പാണെങ്കിൽ അവര് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ആലോചിച്ച് എയ്സിന്റെ ആ ചെറിയ മുഖം അതും ആലോചിച്ച് സ്റ്റെയർ മുകളിലേക്ക് കയറി കയറി എയ്സിന്റെ അടുത്തേക്ക് പോവാണ്. കാർപ്പിനെ കണ്ട് സെൻഗോക്കു ചോദിക്കും, എന്തുപറ്റി, നിങ്ങൾക്കും പേടിയായി തുടങ്ങിയോ? നമ്മുടെ സ്ട്രാറ്റജി ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് കേട്ട് കാർപ്പ് ആള് പുച്ഛത്തോട് പറയും, സ്ട്രാറ്റജിയും വെച്ചോണ്ടിരുന്ന ഉറപ്പായാലും നമ്മൾ ഫെയിൽ ആവും. വൈറ്റ് ബിയർഡും ആളുടെ പൈററ്റ്സും അവര് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് കാർപ്പ് ഇപ്പോ എയ്സിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കാർപ്പാണെങ്കിൽ എയ്സിനെ തന്നെ നോക്കി പഴയ ചില മെമ്മറീസിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് എയ്സും ലൂഫിയും അവർ രണ്ടുപേരും വളരെ കുസൃതിയാണ്. എയ്സിനാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ കടലിലേക്ക് പോവാൻ ഏറെ ഇഷ്ടമാണ്. പക്ഷെ അവന്റെ ഗ്രാൻഡ് പാ കാർപ്പാണെങ്കിൽ ഒരിക്കൽ പോലും കടലിലേക്ക് പോകാനായി എയ്സിനെ സമ്മതിച്ചിരുന്നില്ല. അതിന് എയ്സ് എപ്പോഴും കാർപ്പിനോട് ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ എന്റെ ഗ്രാൻഡ് പി ഒന്നും അല്ല, സോ എന്നെ അടക്കി ഭരിക്കാനോ എന്നെ കൺട്രോൾ ചെയ്യാനോ വരാൻ പാടില്ല. ലൂഫി ആണെങ്കിൽ എയ്സിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ലൂഫിയുടെ ആവശ്യങ്ങളെല്ലാം എയ്സും സാധിച്ചു കൊടുക്കും. കാർപ്പിനും എയ്സിനും ലൂഫിക്കും അവർക്ക് 3 പേർക്കും ഏറ്റവും ഇഷ്ടം ഭക്ഷണത്തോടായിരുന്നു. അവർ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി തിന്നു. അവരുടെ ചെറുപ്പം മുതൽക്കേ അവർ രണ്ടുപേരും നല്ല മിലിറ്ററി സോൾജിയേഴ്സായി വളരണം എന്നായിരുന്നു കാർപ്പിന്റെ ഏക ആഗ്രഹം. ഊണിലും ഉറക്കത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ തന്നെ കാർപ്പ് അത് തന്നെയായിരുന്നു അവരെ പറഞ്ഞു വളർത്തിയിരുന്നത്. എയ്സിനാണെങ്കിൽ ഗ്രാൻഡ് പായുടെ ഉപദേശം തീരെ ഇഷ്ടമല്ല. അവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നേവി സോൾജിയർ ഒന്നും ആവില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൈററ്റ് കിങ് ആയി എനിക്ക് രാജാവിനെ പോലെ ജീവിക്കണം. അത് കേട്ട് കാർപ്പും ഇപ്പോ അവനോട് ദേഷ്യപ്പെടും. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അങ്ങനെ വഴക്കു വെക്കുന്ന ഗ്യാപ്പില് നമ്മുടെ ചിന്നപ്പയ്യൻ ലൂഫി അവനാണെങ്കിൽ ആ ഫുഡ് മുഴുവൻ ഒറ്റയടിക്ക് തിന്നു തീർക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റിൽ കാർപ്പ് ആളാണെങ്കിൽ അങ്ങനെ ഏങ്ങലടിച്ച് കരയാണ്. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ പൈറട്ടാവരുത്, എന്നെ പോലെ നല്ലൊരു നേവി സോൾജിയർ ആവാൻ. അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഈ ഗതി വരില്ലായിരുന്നു. എന്നെ പോലെ ഇത്രയും ഗതികെട്ട ആരും ഇന്ന് ലോകത്തുണ്ടാവില്ല. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ കൊല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. കാർപ്പാണെങ്കിൽ ഓരോ കാര്യം പറയുമ്പോഴും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. കാർപ്പിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലൂഫിയും എയ്സും അവർ രണ്ടുപേരും നല്ലൊരു നേവി സോൾജിയേഴ്സായി ലൈഫ് ലോങ് ജീവിക്കണം എന്നായിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എൽമപ്പോവിനെയും കണ്ണാടി പയ്യനെയും കാണിക്കും. അവരാണെങ്കിൽ മിലിറ്ററി സോൾജിയേഴ്സിന്റെ പ്ലാൻ, ആ സ്ട്രാറ്റജി അത് കേട്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ എന്തോ ഒരു സാധനം ആകാശത്തൂടെ പറന്ന് അങ്ങനെ പോവാണ്. വലിയ ശബ്ദത്തില് എന്തോ ഒരു നിലവിളിയൊക്കെ കേൾക്കും. ഇവിടെ ഈസിനാണെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടും. ഓ മൈ ഗോഡ്, യു അഗൈൻ, നീ വീണ്ടും ഇവിടേക്ക് വന്നോ? അതെ, മറ്റാരുമല്ല, നമ്മുടെ ലൂഫിയും അവന്റെ ടീമും കപ്പലിലുള്ള ഓരോരുത്തരും ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ യാതൊരു പേടിയുമില്ല, കാരണം അവർ റബ്ബറാണ്. വീണാലും നമ്മുടെ ചെക്കൻ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്പർ 3 ഒക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. വാർ ലോഡ്സ്, കാർപ്പ് എന്നിങ്ങനെ എല്ലാവരും ഇപ്പൊ ലൂഫിയുടെ വരവ് കണ്ട് പണ്ടടിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും മുകളിൽ നിന്ന് മഴത്തുള്ളി വീഴും പോലെ താഴേക്ക് വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.